അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം എന്ന് കുഴപ്പമില്ല. ബിജു മേനോൻ്റെ ഒരു വ്യത്യസ്തമായ വേഷമാണ് പുള്ളി. പോകുമ്പോഴത്തേക്കും സദാചാരമായിട്ട് തോന്നുന്നവർക്ക് ഒരു കൂട്ടം ഉണ്ടാവും. അവർക്ക് ഇന്നാളത്തെ ഒരു ദേഷ്യമുണ്ട്. ആ ദേഷ്യം നല്ല സിനിമയാണ്, കുഴപ്പമില്ല. ബിജു മേനോൻ സാറിൻ്റെ പിന്നെ വെഞ്ഞാറൂടേട്ടൻ്റെയൊക്കെ പടം നന്നായിട്ടുണ്ട്. ആ പടം എടുത്തേക്കണം നല്ല രീതിയിൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കഥയും കൊള്ളാം. നമ്മുടെ ചുറ്റുവരടുത്തൊക്കെ നടക്കുന്ന ഒരു സംഭവം തന്നെ. കുഴപ്പമില്ല. അതായത് ഒരു ഫാമിലി പടമാണ്. അതായത് ഈ എന്താ പറയുക, ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ, ഒരു റെസിഡൻസ് ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. പടം ഓവറോൾ കുഴപ്പമില്ല. ബിജു മേനോൻ്റെ ഒരു വ്യത്യസ്തമായ വേഷമാണ് പുള്ളിയാണ്. എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളെല്ലാം. സുരാജ്, ബിജു മേനോൻ, ശ്രുതി എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോണി ആൻ്റണി ഉണ്ട്. പക്ഷേ ഓവറോൾ സ്കോർ ചെയ്തേക്കുന്നത് സുരാജാണ്. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്നൊരു പടമാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫാമിലിയായിട്ട് അടുത്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളും അല്ലാതെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ. പടം അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ആ ഒരു സിനിമയിൽ നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് എന്ന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാവപ്പെട്ടവൻ്റെ കുടുംബത്തിലും പണക്കാരൻ്റെ കുടുംബത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. ബിജു മേനോനെ കിട്ടിയ വേഷം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സദാചാര കണ്ണുകളോടെ കാണുന്നതാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും ഇപ്പം ഭർത്താവിന് കിട്ടുന്ന കെയർ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പുറത്തിരുന്ന ഒരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്തു. അതായത് നമ്മൾ ഇപ്പം വേറെ രീതിയിലൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആ ഒരു നമുക്കിപ്പം ഒരു കെയർ നമ്മൾ പ്രതീക്ഷിക്കില്ല, അത് സെക്സ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കെയർ ആയിട്ടുള്ള പോകുമ്പോഴത്തേക്കും സദാചാരമായിട്ട് തോന്നുന്നവർക്ക് ഒരു കൂട്ടം ഉണ്ടാവും. അവർക്ക് ഇന്നാളത്തെ ഒരു ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിൻ്റെ ഒരു പ്രമേയത്തും അതിൻ്റെ പുറകെ വരുന്ന നൂലാമാലകൾ കേട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രമേയമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്.